യൂട്ടിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്ടിലിറ്റീസ് സെക്ഷൻ ആണ്. യൂട്ടിലിറ്റീസിൽ ആദ്യം കാണുന്നത് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിലുള്ള പ്രിന്റ് സെറ്റിംഗ്സ് ആണ് പ്രധാനമായത്. പ്രിന്റ് സെറ്റിംഗ്സ് രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് പ്രിന്റ് യെസ് അല്ലെങ്കിൽ നോ. ഡയറക്റ്റ് പ്രിന്റ് യെസ് ആയി സെലക്ട് ചെയ്താൽ നമ്മളൊരു സെയിൽസ് ബിൽ എടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി പ്രിന്ററിൽ പ്രിന്റ് ആയി വരും. ഡയറക്റ്റ് പ്രിന്റ് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം. USB മോഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡ്. USB ആണെങ്കിൽ പ്രിന്റർ USB വഴി കണക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം പ്രിന്റർ സെലക്ട് ചെയ്യുക. പിന്നെ ടെസ്റ്റ് പ്രിന്റ് റൺ ചെയ്യുക. ടെസ്റ്റ് പ്രിന്റ് സക്സസ്ഫുൾ ആയാൽ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. നെറ്റ്വർക്ക് ആണെങ്കിൽ പ്രിന്ററിന്റെ IP അഡ്രസ് എൻ്റർ ചെയ്യുക. ടെസ്റ്റ് പ്രിന്റ് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി സെയിൽസ് ബിൽ പ്രിന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയി പ്രിന്ററിൽ വരും. പിന്നെ പേപ്പർ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തെർമൽ, A4 അല്ലെങ്കിൽ A5 ആണോ എന്ന് സെലക്ട് ചെയ്യുക. സെയിൽസ് ബില്ലിന്റെ ലാംഗ്വേജ് സെറ്റിംഗും ഇവിടെ ചേഞ്ച് ചെയ്യാം. തെർമൽ ഇംഗ്ലീഷ്, അറബിക് അല്ലെങ്കിൽ അറബിക് അറബിക് സെലക്ട് ചെയ്യുക. അറബിക് നോ വാറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. KOT സെക്ഷൻ റെസ്റ്റോറന്റിനായി ഉപയോഗിക്കുന്നതാണ്. KOT ഇംഗ്ലീഷ് വേണോ അറബിക് വേണോ എന്ന് സെലക്ട് ചെയ്യുക. എത്ര കോപ്പീസ് വേണമെന്നതും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഡയറക്റ്റ് പ്രിന്റ് നോ ആയി സെറ്റ് ചെയ്താലും തെർമൽ, A4, A5 എല്ലാം അവൈലബിൾ ആണ്. സെയിൽസ് ബില്ലിലും തെർമലിൽ തന്നെ ഇംഗ്ലീഷ് ഓർ അറബിക് ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട്. KOTയിലും അതുപോലെ തന്നെ എത്ര ഇംഗ്ലീഷ് കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അടുത്തത് കൗണ്ടർ ക്രിയേഷൻ ആണ്. പോസ്റ്റ് സ്ക്രീനിൽ ലോഗിൻ ചെയ്യാനായി കൗണ്ടർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് കൗണ്ടർ സെലക്ട് ചെയ്യുക. നെയിം എൻ്റർ ചെയ്യുക. ഉദാഹരണത്തിന് കൗണ്ടർ 1. പിന്നെ ബ്രാൻഡ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കൗണ്ടർ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് കിച്ചൺ ക്രിയേഷൻ ആണ്. റെസ്റ്റോറന്റ് ആയാൽ എത്ര ടൈപ്പ് കിച്ചൺസ് ഉണ്ടെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കിച്ചൺ നെയിം എൻ്റർ ചെയ്യുക. ബ്രാൻഡ് സെലക്ട് ചെയ്യുക. പിന്നെ പ്രിന്ററിന്റെ IP അഡ്രസ് സെറ്റ് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിച്ചൺ പ്രോഡക്റ്റ് സെക്ഷനിൽ സെലക്ട് ചെയ്താൽ ആ പ്രോഡക്റ്റിന്റെ KOT ആ കിച്ചണിൽ ഓട്ടോമാറ്റിക് ആയി വരും. അടുത്തത് ഫ്ലോ ക്രിയേഷൻ ആണ്. ഫ്ലോ നെയിം എൻ്റർ ചെയ്യുക. ഉദാഹരണത്തിന് ഗ്രൗണ്ട് ഫ്ലോർ. ബ്രാൻഡ് സെലക്ട് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ചെയ്യുക. പോസൽ കൗണ്ടർ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കൗണ്ടർ 1 സെലക്ട് ചെയ്യാം. അതുപോലെ ഫ്ലോറായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൗണ്ട് ഫ്ലോർ സെലക്ട് ചെയ്യുക. ഇവയാണ് യൂട്ടിലിറ്റീസിലെ പ്രധാനമായ 4 ഓപ്ഷൻസ്.